അതിലെ 1999 2002 ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ അഭിഭാഷകരായും മറ്റ് ജോലി ചെയ്യുന്നു വിവിധ തലങ്ങളിൽ. ഞങ്ങളുടെ സഹപാഠി ഇന്ദു പി നായർ, അവരെ ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ സേവനം ചെയ്യുന്ന ലോ ഓഫീസറാണ്. അവർക്ക് രാഷ്ട്രപതിയുടെ തഡ് രക്ഷക് എന്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ തഡ് രക്ഷക് പുരസ്കാരം അത് അന്വേഷണത്തിൽ മനസ്സിലായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതയ്ക്ക് ലഭിക്കുന്നത്. അത് ഞങ്ങളുടെ സഹപാഠിയായ ഇന്ദു പി നായർക്കാണ്. ഇന്ദു പി നായർ ജോലി ചെയ്യുന്ന ഈ പദവിയിലുള്ള ആൾക്ക് ലഭിക്കുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഇന്ദു ഞങ്ങളുടെ സഹപാഠിയാണ് എന്നുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ഇന്ദുവിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ചു എന്നത് അതിൽ തന്നെ ഞങ്ങൾക്ക് അത്രയേറെ അഭിമാനമുള്ളത് കൊണ്ട് അതൊരു സ്വീകരണം നൽകേണ്ടത് ഒരു അനിവാര്യതയാണെന്ന് ഞങ്ങൾ കരുതുന്നത് കൊണ്ട് ഞങ്ങൾ അന്ന് അങ്ങനെ ഒരു സ്വീകരണത്തിന് വേണ്ടി മുതിരുകയാണ്. 2026 ഫെബ്രുവരി മാസം 14 വരുന്ന ശനിയാഴ്ച, രണ്ടാം ശനിയാഴ്ചയാണ് ഞങ്ങളത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഇദ്ദേഹത്തിന് ഇന്ദുവിന്റെ ഈ സ്വീകരണ പരിപാടി അത് ഉദ്ഘാടനം ചെയ്യുന്നതും ഇന്ദുവിനെ സ്വീകരിക്കുന്നതും തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിന്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ജസ്റ്റിസ് KV ജയകുമാറാണ് മുഖ്യ അതിഥിയായി എത്തുന്നത്. ഒരു നിയമ കലാലയത്തിന് അതിന്റെ 34 വർഷ ചരിത്രത്തിലെ അഭിമാനാർഹരായ 2 വ്യക്തികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സമാഗമം എന്ന ഒരു പ്രത്യേകത കൂടി ഈ 2026 ഫെബ്രുവരി 14 കൈവരികയാണ്. ജസ്റ്റിസ് KV ജയകുമാർ അവിടെ വരും. രാഷ്ട്രപതിയുടെ പുരസ്കാരത്തിന് അർഹയായ ഇന്ദു പി നായരെ അനുമോദിക്കുകയും ഞങ്ങൾ എല്ലാവരുടെയും അനുമോദനത്തിന് അവിടെ ഉണ്ടാവും. ഇതിനോടൊപ്പം ചേർന്ന് കൂടുതലായി ഇന്ദു ചെയ്ത സേവനങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഇന്ദുവിന്റെ ഈ അവാർഡിന് അർഹയായതെന്നും നാം വിശദീകരിക്കുന്നുണ്ട്. അത് നിയമപരമായ മേഖലയിലാണ്. സാധാരണ ഈ എങ്ങനെയാണ് സമുദ്ര അതിർത്തികളെ കാക്കുന്നതിന് വേണ്ടിയുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിയമപരമായ ഒരു ചട്ടക്കൂട് ഈ കോസ്റ്റ് ഗാർഡിൽ കൂടെ വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളിലൂടെയാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നിയമ കലാലയത്തിൽ നിന്ന്, തൃശ്ശൂരിൽ പോലുള്ള ഇത്തരം ഒരു നിയമ കലാലയത്തിൽ നിന്ന് ഞങ്ങൾക്കിടയിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിയമ സംസ്കാരത്തിനും കോസ്റ്റ് ഗാർഡിനും ഒക്കെ ഒരു നിയമ ചട്ടക്കൂട് കൂടെ വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നതും അങ്ങേയറ്റം അഭിമാനാർഹമായ കാര്യമാണ്. ഈ ദിവസം കൂടുതൽ ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വ അധ്യാപകരെ, ഈ കലാലയത്തിൽ വിരമിച്ചവരും ഒക്കെ ആയിട്ടുള്ള പൂർവ്വ അധ്യാപകരുണ്ട്. അവരെ ഞങ്ങൾ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിവസം കൂടിയാണ്. ഞങ്ങൾക്കിടയിൽ നിന്ന് ഈ കഴിഞ്ഞ 10-23 വർഷത്തിനിടയിൽ നിന്ന് ഞങ്ങൾക്കിടയിൽ നിന്ന് വിട്ടുപോയ ഞങ്ങളുടെ സഹപാഠികളായ 2 പേരും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനുമുണ്ട്. അവരെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2026 ഫെബ്രുവരി 14 വളരെ ഹൃദ്യമായ ഗ്രഹാതുരത്വം നിറഞ്ഞ വളരെയേറെ അഭിമാനമുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ഇത് ഇന്ദുവിന് കിട്ടിയ ഈ അവാർഡ് അത് ലോക ചരിത്രത്തെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായും അഭിമാനവും ഒക്കെ പങ്കുവയ്ക്കുകയും ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ, അഡ്വക്കേറ്റ് സോജൻ ജോബ്. അതുപോലെ അതിന്റെ സ്മിത അതിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ്. എൻ്റെ ജനറൽ സെക്രട്ടറി ആണ് സിനീബൻ. എൻ്റെ കോർഡിനേറ്റർ ആണ് സുരേഷ് ബാബു. അതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പ്രോഗ്രാം കൺവീനറാണ് സന്ധ്യ. ഞങ്ങളാണ് മറ്റെല്ലാവരും. ഞങ്ങൾ ഈ പേര് പറയുന്ന 5 പേരുള്ളെങ്കിൽ ഇവിടെ ഞങ്ങളുടെ മറ്റ് സഹപാഠികൾ മറ്റുള്ളവർ ഇരിപ്പുണ്ട്. എല്ലാവരും ഈ 99-2002 ബാച്ചാണ് ഈ പരിപാടി ചെയ്യുന്നത്, കൂടുതലായിട്ട് മുന്നോട്ട് വന്നത് ചെയ്യുന്നത്. യെസ്, താങ്ക് യു. എനിത്തിങ് മോർ? ഈ പരിപാടി ഇന്ദുവിന്റെ ഫാമിലിയെ കുറിച്ചും മറ്റു ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധ മാധ്യമ പ്രവർത്തകരെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ സാധിക്കും. ഇന്ദുവിന് കിട്ടിയ അവാർഡിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു. അവിടെ ഫാമിലിയെ കുറിച്ചും ലഫ്റ്റനന്റ് കേണൽ സലേഷ് ആണ് അദ്ദേഹത്തിന്റെ ഇന്ദുവിന്റെ ഭർത്താവ്. ഫാമിലി ഉണ്ട്, മക്കൾ നന്ദനയും അശ്വന്തും ഉണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയും ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 2026 ഫെബ്രുവരി 14 അടുത്ത ശനിയാഴ്ച നിങ്ങൾ നേരിട്ട് തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ ഉണ്ടാകണമെന്നും പരിപാടി കഴിയുന്നതും റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ അല്ല അങ്ങനെയല്ല കോസ്റ്റ് യൂണിഫോം ഒക്കെ ഉണ്ട്. കോസ്റ്റ് ഗാർഡ് ഇവര് മിലിറ്ററിയിൽ മേജർ വരെ ആയിരുന്നു. ഇന്ത്യൻ കരസേനയിൽ മേജർ ആയിരുന്നു. അതിനുശേഷമാണ് 9 വർഷത്തെ കരസേനാ സേവനത്തിന് ശേഷമാണ് കോസ്റ്റ് ഗാർഡിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇപ്പോൾ കമാൻഡന്റ് ആണ്. എവിടെ റീജിയൻ ആയിരിക്കും അല്ലേ? ഒരു പോസ്റ്റാണോ ആകെയുള്ളത്? റീജിയണൽ ലോ ഓഫീസർ
റീജിയണൽ ഓഫീസർ ആണ്. പല സ്ഥലങ്ങളിലും പോകേണ്ടി വരാറുണ്ട് കേസ് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി, കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഇല്ല, ഈ പോസ്റ്റില് റീജിയണൽ ലോ ഓഫീസർ ഒരാളെ ഉള്ളൂ. റീജിയണൽ പിന്നെ താഴെകളായിരിക്കും. ഒരു പോസ്റ്റിൽ ഒരു ഡെസിഗ്നേഷൻ ഒരാൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഇന്ദുവിന്റെ ഇടപെടലിലൂടെ ഞാൻ മനസ്സിലാക്കിയത് പത്രവാർത്തകളുടെ മുമ്പ് നിങ്ങൾ ആരൊക്കെയോ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു 15 കോടിയോളം രൂപ അല്ലെ, അത് ഈ കൂടുതൽ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു, ഒക്കെ കൊണ്ടുപോയിട്ട് എടുക്കാനായിട്ട്. അതുപോലെ ഒരു വിസിറ്റ് ബോർഡ് സെർച്ച് ആൻഡ് സീസർ, കപ്പലുകൾ തടഞ്ഞു വെക്കാൻ പരിശോധിക്കാനുള്ള BBS നടപടികൾക്ക് നിയമപരമായ അധികാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാനായിട്ട് നൽകി. അപ്പൊ തീർത്തും നിയമപരമായ ഒരു ഫോർമാലിറ്റിയിലേക്ക് കുറെ കൂടെ കാര്യങ്ങളെ കൃത്യയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളത്, അത് അങ്ങനെ സാധിച്ചു എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നമ്മൾക്കിടയിൽ നിന്ന് സഞ്ചരിച്ച് നമുക്ക് സാധ്യമായി, നമുക്ക് പറ്റും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ദുവിനെ ആദരിക്കുന്നത് ജയകുമാറാണ്. ഞങ്ങളുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി, ഞങ്ങളുടെ തന്നെ ഞാൻ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ജയകുമാർ സാറാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. യെസ്, അതെ അതെ, അല്ല മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെ പറയാൻ പറ്റില്ല. 99-2002 ബാച്ചാണ് സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് കോളേജിന്റെ സഹകരണം വെച്ചാൽ അവരവിടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ വെന്യൂ, അവിടെയാണ് ലോ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ടീച്ചർമാർ അവിടെ ഉണ്ടാവും. പ്രോഗ്രാം ലിസ്റ്റിൽ അവിടെ ഉണ്ടാവും. പ്രോഗ്രാം ലിസ്റ്റിൽ നമുക്ക് കാണാം ഡോക്ടർ A. ഖദീജ, അസോസിയേറ്റ് പ്രൊഫസർ, റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ലോ കോളേജ് തൃശൂർ. ഒരു ഫെലിസിറ്റേഷൻ അവിടെ ഉണ്ട്. ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപികയാണ്. സമയത്തും അന്ന് ഗസ്റ്റ് ലെക്ചറായിരുന്നു. അവിടെ ഉണ്ട്. മറ്റുള്ളവരെല്ലാം റിട്ടയർ ചെയ്തു പോയി. ഡോക്ടർ MC വത്സൻ മുൻ നിയമസഭാ സെക്രട്ടറിയാണ്, അദ്ദേഹം വരും. ഡോക്ടർ രാധാജി നായർ അന്നത്തെ ഞങ്ങളുടെ കാലത്തെ പ്രിൻസിപ്പളാണ്. ഡോക്ടർ മേഴ്സി തെക്കേക്കര ഞങ്ങളുടെ പ്രൊഫസറാണ്, പിന്നീട് പ്രിൻസിപ്പളായി. അപ്പൊ അവരൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെയും മറ്റ് പേര് പറയാത്ത മറ്റ് ടീച്ചേഴ്സും അവിടെ തീർച്ചയായിട്ടും അവിടെ എത്തും. കൺഫേംഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും എത്തും എന്നുള്ളത്.